ഹായ് കൂട്ടുകാരി, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ഞങ്ങളുടെ പാലക്കാടൻ ഉൾഗ്രാമങ്ങളിലെല്ലാം ഇപ്പോഴും ഉണ്ടാക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ് കറപറ ഊറ്റപ്പം. അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് പച്ചരിയും 1/2 സ്പൂൺ വെന്തയം ഉലുവയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് ഇന്ന് രാവിലെ ഞാൻ കുതിരാനിട്ടു. രാവിലെ ഒരു 10 മണിക്ക് കുതിരാനിട്ടു. വൈകിട്ട് ഞാൻ ഒരു 6 മണിക്കാണ് ഇത് അരച്ചെടുക്കുന്നത്. അരയ്ക്കുമ്പോൾ അതിലേക്ക് ഒരു 1/4 കപ്പ് ചോറും കൂടി ചേർത്ത് അരച്ച് ഉപ്പും കൂടി ചേർത്ത് കലക്കി നമുക്ക് വെക്കണം. ഇതിപ്പോൾ ഞാൻ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി എടുത്ത് നോക്കിയപ്പോൾ ഇത് നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഒരു നുള്ള് കായപ്പൊടി ചേർത്തി കൊടുക്കണം. ഒരു 1/4 സ്പൂൺ വരെയൊക്കെ ചേർത്തിക്കോളൂ കേട്ടോ, കുഴപ്പമില്ല. പിന്നെ ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ മുരിങ്ങയുടെ ഇലയാണ് കേട്ടോ. അതാണ് നമ്മുടെ ദോശ ഹെൽത്തി ആക്കുന്നത്. മുരിങ്ങയിലയുടെ ഗുണങ്ങളൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. പിന്നെ നമുക്കൊരു 4-5 ചെറിയ ഉള്ളിയും 2 വറമുളകും കൂടി വേണം കേട്ടോ. അപ്പം ഞാൻ ഈ മുരിങ്ങയിലയെല്ലാം നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കട്ടെ. നല്ല തളിരാണ് ഈ മുരിങ്ങയില, നോക്കൂ, നല്ല തളിരില കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ദോശയ്ക്ക്. ദോശ അല്ല, ഉറ്റപ്പായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഉറ്റപ്പം ഉണ്ടാക്കുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെയാണ് ഓർമ്മ വരുന്നത്. എൻ്റെ അച്ഛൻ്റെ ഫേവറേറ്റ് ആയിരുന്നു ഇത്. പിന്നെ എൻ്റെ അമ്മമ്മ, ഈ മുരിങ്ങയില നേരാക്കുമ്പോൾ എപ്പോഴും എനിക്ക് അമ്മമ്മ ഓർമ്മ വരും. അമ്മമ്മ പറയും ഇത് പാർവതി ദേവിയുടെ താലിയാണത്രേ, അതുകൊണ്ട് നമ്മൾ മുരിങ്ങയില ചവിട്ടാൻ പാടില്ല എന്ന്. ശരിയാണ്, നോക്കൂ, അതിൻ്റെ ഷേപ്പ് ശരിക്കും താലിയുടെ ഷേപ്പാണല്ലോ അല്ലേ? നിങ്ങൾക്കും അങ്ങനെ തോന്നിയോ? കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഈ ചെറിയ ഉള്ളിയും ഞാൻ വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഈ കറപ്പറ ദോശ തന്നെ ഞങ്ങളുടെ നാട്ടിൽ പലരും പല രീതിയിൽ ഉണ്ടാക്കും. പലതരം പരിപ്പുകളും അരിയും ഒക്കെ ചേർത്തും ഈ പരിപ്പ് ദോശയിലും ഈ മുരിങ്ങയില ഇട്ടുണ്ടാക്കും. സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കണേലും ഈ മുരിങ്ങയില ഇട്ടുണ്ടാക്കും. അതെല്ലാം ചെയ്യാം, നമുക്ക് എല്ലാം പല പല ടേസ്റ്റ് ആയിരിക്കും. എന്നാൽ ഈ പച്ചരിയും ഉലുവയും ചോറും ചേർത്ത് ഈ ഉള്ളിയും മുളകും ഞാൻ ചതച്ചിട്ടാണ് ചേർത്തുന്നത്. അരയ്ക്കരുത്, അരച്ച ടേസ്റ്റ് മാറും, കളറും മാറും. അപ്പോൾ ഇത് നന്നായി ഇടിച്ച് ചതച്ചിട്ട് നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ കറവറ ദോശ ഈ കറവറ എന്നുള്ള ഷേപ്പിലൊക്കെ വരിക. പിന്നെ അത് നല്ലെണ്ണയിൽ മൊരിയുമ്പോൾ ആ മണവും ആ ടേസ്റ്റും അത് ഞാൻ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് മനസ്സിലാവണമെങ്കിൽ നിങ്ങളിത് ഉണ്ടാക്കി തന്നെ നോക്കണം കേട്ടോ. അപ്പോൾ ഈ ഇടിച്ച് ചതച്ച ഉള്ളിയും വറമുളകും മുരിങ്ങയുടെ ഇലയും കൂടി ഞാൻ ആ മാവിലേക്ക് ചേർത്തി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി നന്നായിട്ടും ചൂടായ ഒരു ദോശക്കല്ലിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് തുടച്ചോളൂ. എന്നിട്ട് അതിലേക്ക് ഈ മാവ് ഒഴിച്ചു കൊടുത്തോളൂ. അധികം പരത്തണ്ട കേട്ടോ, ഇത് ഊറ്റപ്പല്ലേ, അപ്പോൾ അധികം പരത്തണ്ട. ഇതിന് നല്ല ഫുൾ സർക്കിൾ ഒന്നും കിട്ടില്ല കേട്ടോ, കുറച്ച് കറപറാന്ന് തന്നെ ഇരിക്കുള്ളൂ, കുഴപ്പമില്ല. പിന്നെ ഇതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട, കരിയരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് 2-3 മിനിറ്റ് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കണം. അപ്പോൾ ആ മണവും ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഉണ്ടാക്കുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. ഈ ഊറ്റപ്പവും ചൂടോടെ മുരിഞ്ഞ ഈ ഊറ്റപ്പം നല്ല ഒരു തേങ്ങ ചമ്മന്തിയുടെ കൂടിയാണ് കഴിക്കേണ്ടത്. ഉള്ളി ചമ്മന്തിയും ദോശപ്പൊടിയുടെ കൂടെ എല്ലാം കഴിക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. എല്ലാത്തിൻ്റെ കൂടെയും ടേസ്റ്റാണ്. ഞാൻ ഇന്ന് ഇതിൻ്റെ കൂടെ ഉണ്ടാക്കുന്നത് ഒരു പച്ചമുളകിട്ട തേങ്ങ ചമ്മന്തിയാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ഈ അളവിൽ ഞാൻ അരിയും ചോറും ഇട്ടരച്ച് ഒരു 6 ഊറ്റപ്പമാണ് ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയത് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് നല്ലൊരു എളുപ്പത്തിലൊരു തേങ്ങാ ചമ്മന്തി അരയ്ക്കുന്നുണ്ട്. അതിനുവേണ്ടി ഒരു 1/2 കപ്പ് തേങ്ങയും 3-4 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് അരച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലയും ഇടുന്നുണ്ട്. വളരെ സിമ്പിളായ ഒരു ചമ്മന്തി മതി. കാരണം ഇതിന് ഓൾറെഡി ചമ്മന്തി ഒന്നും ഇല്ലെങ്കിലും ഈ ദോശ നമുക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റും. പൊടിയുടെ കൂടെയോ ഉള്ളി ചമ്മന്തിയുടെ കൂടെ എല്ലാത്തിൻ്റെ കൂടെയും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ചമ്മന്തി ഞാൻ അരച്ചെടുത്തു. അതിലേക്ക് ഒരു 2-3 കറിവേപ്പില ഞാൻ നുള്ളി ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ കൂടി തുളിച്ചു കൊടുക്കണം. ഇനി നന്നായി മുരിഞ്ഞ നമ്മളുടെ ഈ ഊറ്റപ്പം, കറവറ ഊറ്റപ്പം ഈ ചമ്മന്തിയും കൂട്ടി കഴിച്ചു നോക്കൂ. നല്ല കടുപ്പത്തിലൊരു ചായയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക, ഇത്ര നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഇനി വേറെ എന്താ വേണ്ടത്? നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമാവും. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കൂ, നല്ല ഹെൽത്തി ഫുഡല്ലേ, അവർക്ക് നല്ല ഇഷ്ടമാവും. ചൂടോടെ കഴിച്ചോളൂ കേട്ടോ, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ കറവറ ഊറ്റപ്പം നിങ്ങൾക്ക് ഇഷ്ടമായോ? നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കാറുണ്ടോ എങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണേ മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.